നമസ്കാരം. ആധുനിക യുദ്ധരംഗങ്ങളിൽ ശ്രദ്ധേയ പങ്കുവഹിക്കുന്ന സംവിധാനങ്ങളാണ് ആളില്ല വ്യോമവാഹനങ്ങളെന്ന ഡ്രോണുകൾ. അടുത്ത കാലത്തുണ്ടായ റഷ്യ യുക്രൈൻ സംഘർഷത്തിനു പിന്നാലെയാണ് ഡ്രോണുകൾ ലോകത്താകമാനം സാർവലൗകികമായി പ്രചാരത്തിലായത്. ഇക്കഴിഞ്ഞ നാളുകളിലുണ്ടായ പല ഭൗമ സംഘർഷയിടങ്ങളിലും ഡ്രോണുകൾക്ക് അതീവ പ്രാധാന്യം നൽകിയിരുന്നതായി കാണാനാകും. ഇപ്പോൾ ലോകരാജ്യങ്ങൾ നൂതന ഡ്രോണുകളുടെ വികസനത്തിനും ഉപയോഗത്തിനും വലിയ പ്രാധാന്യം നൽകി വരികയുമാണ്. ഇത്തരത്തിൽ നിലവിൽ പ്രചാരത്തിലുള്ള ഡ്രോണുകളുടെ കൂട്ടത്തിലേക്ക് ഒരു പുത്തൻ താരോദയം രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഡ്രോൺ യുദ്ധമേഖലയിലേക്ക് അയച്ചിരിക്കുകയാണ് യുക്രൈൻ. ഹൈഡ്രജൻ ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ഈ ഹൈബ്രിഡ് ഡ്രോണിന് റേബേഡ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ എന്ന ആശയം അത്ര പുതിയതല്ല. ഏകദേശം 20 വർഷമായി ഹൈഡ്രജൻ ഡ്രോണുകൾ നിലവിലുണ്ട്. എന്നിരുന്നാലും ലോകത്ത് ഇതുവരെയും സാധ്യമാക്കിയ ഹൈഡ്രജൻ ഡ്രോണുകൾ എന്നാൽ പരീക്ഷണാത്മക പ്രോട്ടോടൈപ്പുകളായിരുന്നു. അതായത് ഹൈഡ്രജൻ ഡ്രോൺ എന്ന ആശയം സാങ്കേതിക തലത്തിൽ പ്രായോഗികമാക്കപ്പെടുക മാത്രമാണ് ഉണ്ടായത്. അതേസമയം ഇത്തരം ഡ്രോണുകളെ യഥാർത്ഥ യുദ്ധരംഗത്തേക്ക് പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യുക്രൈൻ തങ്ങളുടെ റേബേഡ് എന്ന ഹൈഡ്രജൻ ഡ്രോണിനെ യഥാർത്ഥ യുദ്ധരംഗത്ത് പ്രവർത്തനത്തിനായി നിയോഗിച്ചിരിക്കുന്നു. ഈ ഡ്രോണിന്റെ നിർമ്മാതാക്കളായ സ്കൈറ്റൺ പറയുന്നത് പ്രകാരം റേബേഡിൽ ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടില്ല. പകരം ദീർഘദൂര നിരീക്ഷണ ദൗത്യങ്ങൾക്കായി റഡാറുകളും മറ്റു സെൻസറുകളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും വൻതോതിലുള്ള ഉൽപാദനത്തിന് അനുയോജ്യമാം വിധമാണ് ഈ ഹൈഡ്രജൻ ഡ്രോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരസ്പരം മാറ്റാവുന്ന കാർട്രിഡ്ജുകൾ അല്ലെങ്കിൽ ഫീൽഡ് ജനറേറ്റിംഗ് യൂണിറ്റുകൾ വഴിയാണ് ഈ ഡ്രോണിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഹൈഡ്രജൻ നൽകുന്നത്. 2 വർഷത്തെ ലബോറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ ആശയം സ്കൈറ്റൺ യാഥാർത്ഥ്യമാക്കിയത്. ഇത് ഇലക്ട്രിക് പ്രൊപ്പൽഷനെ അടിസ്ഥാനമാക്കി പൂർണ്ണമായും പുനർരൂപകൽപ്പന ചെയ്ത ഒരു ആശയമാണ്. ഒരു ഇലക്ട്രിക് മോട്ടോറിന്റെ ഉയർന്ന വിശ്വാസ്യത, ശക്തി, അറ്റകുറ്റപ്പണികളുടെ എളുപ്പം തുടങ്ങിയ എല്ലാ ഗുണങ്ങളും ഈ ഹൈഡ്രജൻ ഡ്രോണിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. ദീർഘനേരം തുടർച്ചയായി പ്രവർത്തിക്കാൻ റേബേഡിനാകും. ഹൈടെക് പെലോഡുകൾ ഉപയോഗിച്ച് സങ്കീർണമായ രഹസ്യാന്വേഷണ ജോലികൾ നിർവഹിക്കാൻ നിഷ്പ്രയാസം ഈ ഹൈഡ്രജൻ ഡ്രോണിനാകുമെന്നതും ശ്രദ്ധേയമാണ്. ശരാശരി 10 മണിക്കൂറിൽ കൂടുതലുള്ള സങ്കീർണ ദൗത്യങ്ങൾ വരെ റേബേഡ് നിർവഹിക്കും. 23 കിലോഗ്രാമാണ് ഈ ഡ്രോണിന്റെ ടേക്ക് ഓഫ് ഭാരം. 4.7 മീറ്റർ വരെ നീളമുള്ള ചിറകുകളാണ് ഇവയ്ക്കുള്ളത്. 10 കിലോഗ്രാമാണ് ഇതിന്റെ പെലോഡ് ശേഷി. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയാണ് റേബേഡിനുള്ളത്. ഒപ്പം 12 മണിക്കൂർ സഹിഷ്ണുതയും ഇത് പ്രകടമാക്കുന്നു. ഹൈഡ്രജൻ ഡ്രോണായ റേബേഡ് ഹൈബ്രിഡ് ഡ്രോണിന്റെ മറ്റൊരു സവിശേഷത അത് പറക്കൽ വേളയിൽ നിശബ്ദമാണെന്നതാണ്. സാധാരണ ഡ്രോണുകൾക്ക് ദീർഘനേരം പ്രവർത്തനത്തിലായിരിക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല അവയ്ക്ക് ശബ്ദവും കൂടുതലായിരിക്കും. എന്നാൽ റേബേഡിന് ഏകദേശം 12 മണിക്കൂർ വരെ നിർത്താതെ ദൗത്യത്തിൽ ഏർപ്പെടാനാകും. ശത്രുക്കൾക്ക് ഇവയെ കണ്ടെത്താനാകാത്ത വിധം വളരെ കുറച്ച് ശബ്ദം മാത്രമേ റേബേഡ് പുറപ്പെടുവിക്കുന്നുള്ളൂ. ഇവയിൽ നിന്നുള്ള താപ സിഗ്നേച്ചർ കുറവാണെന്നതിനാൽ തന്നെ എതിരാളികളുടെ സാധാരണ എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് ഇവയിൽ നിന്നുള്ള താപതരംഗങ്ങൾ പിടിച്ചെടുക്കാനുമാവില്ല. ഇത്രയേറെ സവിശേഷതകളുള്ള ഹൈഡ്രജൻ ഹൈബ്രിഡ് ഡ്രോണിനെയാണ് യുക്രൈൻ തങ്ങളുടെ പ്രതിരോധ രംഗത്തേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.